മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 10 ബുധൻ. തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗവും അതിലെ തീരുമാനങ്ങളുമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ പുനരുജ്ജീവനം. സുദീർഘമായ ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ സമ്മേളിച്ച 23 അംഗ ഇന്ത്യ സഖ്യം വിവാദങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കുമൊടുവിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു നീങ്ങാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചാണ് പിരിഞ്ഞിരിക്കുന്നത്. ഇനിമേൽ 2 മാസത്തിലൊരിക്കൽ സമ്മേളിക്കാമെന്ന് സഖ്യം തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതുൾപ്പെടെ 5 പരിപാടിയാണ് ഇന്ത്യ ഏകകണ്ഠമായി അംഗീകരിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക പുതുക്കലിലെ ക്രമക്കേടും തിരഞ്ഞെടുപ്പ് അട്ടിമറിയും ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് ഉടൻ സംയുക്ത കത്തയക്കും. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വഞ്ചിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവ ചർച്ച ചെയ്യാൻ കേന്ദ്രം അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കാൻ ആവശ്യപ്പെടും. പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിൽ സംയുക്ത പ്രതിരോധം തീർക്കാൻ എല്ലാ ദിവസവും രാവിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ ഏകോപന യോഗം ചേരും എന്നിവയാണ് പരിപാടിയിലെ പ്രഖ്യാപിത ഇനങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ അതിപ്രധാനവും പ്രസക്തവുമാണ് ഈ കാര്യങ്ങളെന്ന് സമ്മതിക്കണം. BJP സർക്കാരിൻ്റെ പാവമാത്രമായ ഇലക്ഷൻ കമ്മീഷൻ SIRലൂടെ ദശലക്ഷക്കണക്കിന് പൗരരുടെ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് നടത്തിയ ബീഹാർ, അസം, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന തീവ്ര ഹിന്ദുത്വ കക്ഷിയുടെ മേധാവിത്വം അരക്കെട്ടുറപ്പിച്ചിരിക്കുകയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും നുഴഞ്ഞുകയറ്റക്കാരെന്നും ഇന്ത്യൻ പൗരത്വമില്ലാത്തവരെന്നും സംഘപരിവാർ ആരോപിച്ച മതന്യൂനപക്ഷ അധസ്ഥിത വിഭാഗങ്ങളെ കൂട്ടത്തോടെ വോട്ടവകാശം നിഷേധിക്കുക വഴി ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ച BJP തുടർന്ന് റേഷൻ ഉൾപ്പെടെ സമസ്ത പൗരാവകാശങ്ങളും വിലക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണിപ്പോൾ. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലും ചരിത്രം ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തങ്ങളുടെ ജനവിരുദ്ധ സർക്കാരുകൾക്ക് അധികാരത്തിൽ തുടരാനാവില്ലെന്ന് കാവിപ്പടക്ക് ബോധ്യപ്പെട്ടതാണ് കാരണം. സുപ്രീം കോടതിക്ക് കത്തെഴുതിയതുകൊണ്ട് മാത്രം പുനഃപരിശോധന സാധ്യമാവുമെന്ന പ്രതീക്ഷ സഫലമാവണമെന്നില്ല. അതുപോലെ നീറ്റ് CBSE പരീക്ഷകളിലെ അതിഗുരുതരമായ അട്ടിമറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും സംശയകരമാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ സമരരംഗത്തിറങ്ങിയ യുവജന കൂട്ടായ്മയുമായി സഹകരിക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറായാൽ സർക്കാർ ഒരു വേള കണ്ണു തുറക്കാൻ നിർബന്ധിതമായേക്കും. അതേസമയം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവിയും എത്രത്തോളം ശുഭകരമാണെന്ന ആലോചനയ്ക്ക് തീർച്ചയായും പ്രസക്തിയുണ്ട്. പല കാരണങ്ങളാൽ BJPക്കും മോദി സർക്കാരിനുമെതിരെ നിലപാടെടുക്കുന്ന ആപ്പ് ഇന്ത്യയുടെ ഭാഗമല്ല. ഇന്ത്യയിലെ സജീവ ഘടകമായ DMK ആകട്ടെ യോഗം ബഹിഷ്കരിക്കുക തന്നെ ചെയ്തു. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ DMK മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് ഏതാനും സീറ്റുകൾ നേടിയെടുത്ത കോൺഗ്രസ് തങ്ങളോട് ആലോചിക്കുക പോലും ചെയ്യാതെ നടൻ ജോസഫ് വിജയ് നയിക്കുന്ന TVK സർക്കാരിൽ ചേർന്നതാണ് പ്രകോപനം. DMK മുന്നണിയിലായിരുന്നില്ലെങ്കിൽ കോൺഗ്രസ്സിന് സീറ്റുകളൊന്നും ലഭിക്കുമായിരുന്നില്ലെന്ന് സാമാന്യമായി കരുതാനാവും. കോൺഗ്രസ്സിന് അതിൻ്റേതായ ന്യായങ്ങളുണ്ടാവാം. പക്ഷേ നിതീഷ് കുമാറിനെ പോലുള്ളവർ ഇന്ത്യ വിട്ടുപോകുമ്പോഴും അതിലുറച്ചുനിന്ന് മോദി സർക്കാരിനോടും BJPയോടും പൊരുതിയ DMKയെ 1-2 മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി കൈയൊഴിഞ്ഞുവെന്ന പരിഭവം സ്റ്റാലിനും പാർട്ടിക്കുമുണ്ടാവുക സ്വാഭാവികം. ഇന്ത്യയുടെ മറ്റു ഘടക പാർട്ടികൾ പ്രശ്നം യോഗത്തിൽ ഉന്നയിക്കുകയുമുണ്ടായി. BJPയുമായി CPM ഡീലുണ്ടാക്കിയെന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയതിനെ ഇന്ത്യ സഖ്യ നേതൃയോഗത്തിൽ CPM പ്രതിനിധി ജോൺ ബ്രിട്ടാസും വിമർശിച്ചു. പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ മുന്നണി ഘടക പാർട്ടികളെ ഒരു പരിധിവരെ പരിഗണിക്കുകയും ചേർത്തുപിടിക്കുകയും ചെയ്യണമെന്നത് ന്യായമായ ആവശ്യമാണ്. ഭരണഘടനയുടെ അന്തസത്ത തീർത്തും മറികടന്ന് ഏകാധിപത്യത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും വഴിയെ അതിശീഘ്രം കുതിക്കുന്ന തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കെതിരെയാണ് ദുർബലമായ പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊരുതി ജയിക്കേണ്ടത്. OBC, ദലിത്, മതന്യൂനപക്ഷങ്ങളടങ്ങുന്ന യഥാർത്ഥ ഭൂരിപക്ഷത്തിൻ്റെ സൗമനസ്യവും പിന്തുണയും മാത്രമാണ് അവർക്ക് അവലംബം. സഹസ്ര കോടികൾ മുതലിറക്കി അവരിൽ പലരെയും വിലക്കെടുക്കാനും തീവ്ര വലതുപക്ഷത്തിന് കഴിയുമെന്ന് ഇതിനകം തെളിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു ദശാസന്ധിയിൽ മതേതര സഖ്യം പരമാവധി വിട്ടുവീഴ്ചയോടും സംയമനത്തോടും കൂടി മുന്നേറിയാലേ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനം അതിജീവിക്കൂ. മാധ്യമം പോഡ്കാസ്റ്റ്.